ബാത്തോ കേവ് കണ്ടതിന് ശേഷം ഞങ്ങൾ ആദ്യം പോയത് ഫുഡ് കഴിക്കാനായിട്ട്. ഇവിടെ തമിഴ് പീപ്പിൾ ഒരുപാടുള്ളതുകൊണ്ട് നല്ല അടിപൊളി മീൽസ് കിട്ടും. I'll be the part of her YouTube vlog. So we're having food after the Batu Cave. And we are having the vegetarian thali. And there is also puri with aloo bhaji. And the puri. Say hi. We'll eat. So Yeah, you guys watch. yes. Yes. How good? Actually good, right? ഈ ഷോപ്പ് ആക്ച്വലി നമുക്ക് ബാത്തു കേവിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ കാണാൻ പറ്റും. പ്രീതി നോർത്ത് ഈസ്റ്റുകാരി ആയതുകൊണ്ട് തന്നെ ഷി വാസ് എൻജോയിങ് ദ മീൽ സോ മച്ച്. അവർക്കത് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്തു. So here they don't have taxi, they have taxi. അങ്ങനെ ടാക്സിയും വിളിച്ച് ഞങ്ങൾ നേരെ പോകുന്നതിന് ട്വിൻ ടവർ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ പോകുന്ന റൂട്ടിലേക്ക് നമുക്ക് ചൈനീസ് മലേഷ്യൻ ടെമ്പിളുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ അവരുടെ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന റെഡ് സാധനം കണ്ടിങ്ങനെ തൂങ്ങി കിടക്കുന്നത് അത് വഴിയിൽ എല്ലായിടത്തും തൂക്കിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഏകദേശം ഞാൻ അവിടെ പോകുമ്പോൾ ഒരു ചൈനീസ് ന്യൂ ഇയർ ടൈം ആയിരുന്നേ. സോ അതിൻ്റേതായ ഡെക്കറേഷൻസ് ഒക്കെ വഴിയിലൊക്കെ ഉണ്ടായിരുന്നു. ടടാ! സോ നമ്മളിപ്പോൾ ട്വിൻ ടവറിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. സോ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ട്വിൻ ടവേഴ്സ്, ഏറ്റവും നീളം കൂടിയ ഇരട്ട ടവറുകൾ ഇതാണെന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഏകദേശം 1483 അടി ഉയരമാണ് പോലും. ഇവിടെ മലേഷ്യയിൽ ഇത് ട്വിൻ ടവർ എന്ന് മാത്രമല്ല പെട്രോണാസ് ടവർ എന്നും കൂടെ അറിയപ്പെടുന്നത്. ബിക്കോസ് ഇവിടുത്തെ നാഷണൽ ഓയിൽ കമ്പനീസിൻ്റെ ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ പേര് പെട്രോണാസ്. സോ അതിൻ്റെ ഹെഡ് ക്വാർട്ടർ ഇവിടെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇത് പെട്രോണാസ് ടവർ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ടൂറിസ്റ്റുകൾക്കിടയിൽ അത് ട്വിൻ ടവർ എന്നും അറിയപ്പെടും. ഇപ്പോൾ ഇതിൻ്റെ മുമ്പിൽ കിടന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ കാണിക്കുന്ന ഒരു റീൽ എടുക്കാനായിട്ടുള്ള പെടാപ്പാടായിരുന്നു. പക്ഷേ റീലൊന്നും നടന്നില്ല, അതെല്ലാം കുളമായി. പക്ഷേ വീഡിയോസ്, ട്വിൻ ടവറിൻ്റെ വീഡിയോസ് നല്ലത് കിട്ടിയിട്ടുണ്ട്. ട്വിൻ ടവർ കൊണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല. പക്ഷേ വേൾഡിൽ എല്ലാവരും വന്ന് കാണുന്നൊരു സ്ഥലമായതുകൊണ്ട് നമുക്കിത് കണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. സോ ഇപ്പൊ നമ്മൾ ട്വിൻ ടവറിന് മുമ്പിലാണ് നിൽക്കുന്നത്. കോലാലംപൂർ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ട്വിൻ ടവർ അതിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. സോ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലെ പോലത്തെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പെട്ടിക്കടകളുണ്ട്. ഈ മലേഷ്യയിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തല്ല. ഇതല്ല ഗൈസ് ഞാൻ സ്വപ്നം കണ്ട മലേഷ്യ. എൻ്റെ മലേഷ്യ ഇങ്ങനെ അല്ല. And the mango vendor. Yeah. Mango vendor. Yes, And right He's from feeding me from morning because I don't have money. so he's the father for today. Mango Daddy. Better what? Sugar daddy. Sugar daddy. Shakkar Papa. Shakkar papa. ഇന്ന് എന്തായാലും എനിക്ക് പുറത്ത് പോകാൻ കൂടെ കിട്ടി. ഈ 2 ക്രൂവും നല്ല അടിപൊളിയാണ്. അവരെപ്പോഴും എന്നെപ്പോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് സമയം പോകുന്ന അറിയത്തില്ല. അങ്ങനെ ട്വിൻ ടവറൊക്കെ കണ്ടു കഴിഞ്ഞ് നല്ല ചൂടും കാര്യങ്ങളായതുകൊണ്ട് നല്ല ക്ഷീണമായി. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ കുറച്ച് ഫൗണ്ടെയിനുകളും പിന്നെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ അവിടെ പോയി ഇരിക്കാമെന്ന് തീരുമാനിച്ചു. സോ ഇനി നമുക്ക് ഇരുന്ന് സംസാരിക്കാം. China sees Hong Kong is part of China, but we are not going to India. Last mango. It just fell, but still, you know, the taste is still Oh, there. you're taking a video. You didn't even tell that. Oh, yeah. You're still thinking it's okay.
Basically, this is 2 towers. You explain. It's just like two towers like this. Like And this? they're like it's connected like this. Connected, yeah. It is twin towers. ഗായ്സ്, ഞങ്ങൾ അപ്പോഴാണ് അവിടെ ഒരു ബേബിയെ കാണുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബേബി. ആ ബേബി ആണെങ്കിൽ എല്ലാവർക്കും ഹായും ബായും ഒക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവരെയും നോക്കി അവിടെ ഹായും ബായും പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. എന്ത് രസമാണ് ആ ബേബിയെ കാണാൻ. Oh my god. Oh my god. You're so cute. Bye bye. See you. I can chill come. I hope. Yeah. Hope so She will look back. Now Ting she's ting. Now she's more into holding to the phone. Because there's no balance, so it just goes with the flow. And then അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നൗ വി ആർ ഗോയിങ് ബാക്ക് ടു അവർ ഹോട്ടൽ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഹോട്ടലെത്തിയപ്പോൾ ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറി. ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ആയിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഈ സാധനം പെട്ടത്. അകത്തൊരു കുഞ്ഞു ഗാർഡൻ എന്ന് പറയാൻ ഒരു ചെറിയ ഫോറസ്റ്റ് എന്ന് പറയണം. സോ അങ്ങോട്ടും കൂടെ ഒന്ന് നമുക്ക് കയറി നോക്കാം. ആക്ച്വലി ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഈ ഒരു ഹോട്ടലിനകത്താണ് ഇവർ ഇതെല്ലാം ചെയ്തേക്കുന്നത്. ഒരു ചെറിയൊരു അരുവി സെറ്റപ്പും ഒരു വാട്ടർഫോളും അവിടെ കുറേ മീനുകളും, അതും ഒറിജിനൽ മീനുകളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. So I'm gonna sit here for some time. So ഹോട്ടലെത്തി, ഇനി കിടന്നുറങ്ങണം. കുറച്ചേരം ഇവിടെ ഇരിക്കുന്നു. I hope you enjoyed the video and next video വരേക്കും bye.